ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഒരു സൂപ്പർ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഈ ഒരു ചൂടിൽ ഉണ്ടാക്കി കുടിക്കാനായിട്ട് പറ്റിയ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെ 6:15 6:30 ഒരു ടൈം ആകുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. രാവിലെ എഴുന്നേറ്റ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പുറത്ത് വന്ന് ഇരിക്കും, കൊലായിൽ വന്ന് ഇങ്ങനെ ഇരിക്കലുണ്ട്. എന്നൊന്നും ഞാൻ നേരത്തെ എഴുന്നേൽക്കലൊന്നുമില്ല കേട്ടോ. ഞാൻ എഴുന്നേറ്റ് പിന്നെയും കിടക്കുകയാണ് ചെയ്യൽ. ഇന്ന് പിന്നെ ഡേ മൈ ലൈഫ് എടുക്കാനുള്ളതുകൊണ്ട് പിന്നെ ഞാൻ എഴുന്നേറ്റാൽ പിന്നെ കിടന്നൊന്നുമില്ല. അതിനും പിന്നെ കുറച്ച് നേരം കൊലായിലിരുന്ന് ചില ടൈമിലൊക്കെ ഇങ്ങനെ കോട കാണാം, അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. ഇപ്പം കാലാവസ്ഥ മൊത്തത്തിൽ നല്ല ചൂടായതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും അങ്ങനെ കൊലായിലൊന്നും ഇരുന്നാൽ പ്രത്യേകിച്ചൊരു ഭംഗിയൊന്നും തോന്നൂല കേട്ടോ. രാവിലെ തന്നെ നല്ല വെളിച്ചം വെച്ചാണല്ലോ വരിക, അതുകൊണ്ട് വലിയൊരു ഇതുണ്ടാവില്ല. എന്നാലും കുറച്ച് നേരം കൊലായിലിങ്ങനെ ഇരിക്കും. പിന്നെ മക്കൾ രണ്ടാളും ഉറങ്ങുകയാണ്. അപ്പോൾ അവരുറങ്ങുന്നതിന് മുമ്പ് അടുക്കളയിൽ പോയി ഉമ്മനെ കുറച്ച് സഹായിക്കണം. ഉമ്മനാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തോനെ നോക്കൽ. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഉമ്മ ഇവിടെ പത്തിരിക്കൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇന്ന് പത്തിരിക്ക് ലിവർ വരട്ടുകയാണ്, ലിവർ വാങ്ങിയിരുന്നു. അപ്പോൾ അതാക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ള തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഉമ്മ പറഞ്ഞ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് എടുത്ത് ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ. കുക്കിങ്ങൊക്കെ ഉമ്മ ചെയ്തോളൂ. അപ്പോൾ ചെറുതായിട്ടെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ വേഗം തന്നെ പണി കഴിയല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വെളുത്തുള്ളിയൊക്കെ എടുത്ത് തോലൊളിച്ച് വെക്കുന്നുണ്ട്. വെളുത്തുള്ളിയൊക്കെ ഉമ്മ ഇങ്ങനെ ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ തോല് പൊളിച്ചൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കലുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ വെളുത്തുള്ളി എടുത്തൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് ഉമ്മ അവിടെ അടുപ്പത്ത് ചട്ടി വെച്ച് എന്നെ വെയിറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴേക്കും ഉമ്മ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഉള്ളി വേഗം താന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ തക്കാളി ലാസ്റ്റ് ചേർത്താൽ മതിയല്ലോ. അങ്ങനെ പിന്നെ തക്കാളി ഞാൻ മെല്ലെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് ഉമ്മ ലിവറൊക്കെ കേകി വെക്കുകയും പത്തിരിയൊക്കെ ഉരുളാക്കി വെക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് വേഗം റൂമിലേക്ക് പോയി. മോള് എഴുന്നേൽക്കുമ്പോൾ സൗണ്ട് തോന്നി. അങ്ങനെ ഞാൻ റൂമിൽ പോയി പിന്നെ കുറച്ച് നേരം അവരെടുത്ത് കിടന്നു. ഒരു അരമണിക്കൂറൊക്കെ കിടന്നിട്ടുണ്ടാവും. അതിൽ തോനെ കിടക്കാനൊന്നുമില്ല. അപ്പോഴേക്കും മോള് വേഗം എഴുന്നേറ്റ് വരും. പിന്നെ കുറച്ച് ലേറ്റ് ആവട്ടോ എഴുന്നേൽക്കാൻ. പിന്നെ ഞാൻ മോളെ എഴുന്നേറ്റ് വന്നാലാണ് വീഡിയോ എടുത്തത്. മോളെ എഴുന്നേറ്റ് വരും. ഞാൻ എല്ലാ ദിവസവും അവളെ കുളിപ്പിച്ചിട്ടാണ് ഞാൻ ചായ കൊടുക്കുക. ഇന്ന് പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി അവളെ എഴുന്നേറ്റ് വരാനായിട്ട്. അപ്പം ഞാൻ വെച്ച് വേഗം തന്നെ ചായ കൊടുക്കട്ടെ എന്നിട്ട് കുളിപ്പിക്കാമെന്ന്. രാവിലെ തന്നെ മോൾക്ക് എന്താണോ വീട്ടിലുണ്ടാക്കുന്നത് അതാണ് കൊടുക്കൽ. പിന്നെ ചായ തോനെ കൊടുക്കില്ല, തിളപ്പിച്ചാറിയ വെള്ളമാണ് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കുമ്പളം കറി വെച്ചത്, അതുപോലെ ചിക്കൻ കടായി ആക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ചിക്കനൊക്കെ പൊരിച്ച് വെച്ച് ഉള്ളിയൊക്കെ വാട്ടാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വാങ്ങിയാൽ തോനെ ദിവസം ഇങ്ങനെ കടായി ആക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് കടായി ആക്കി കഴിക്കാൻ. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഇതാണ് കറിയായിട്ടും ഉപ്പേരിക്ക് പകരമാണ് കുമ്പളം വെച്ചത് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. ചായ ഒന്നും കുടിക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് ബബിൾ എഴുന്നേറ്റ് വന്നത്. അവൻ എഴുന്നേറ്റ് വരെയും ചോക്കോസും കൊണ്ടാണ് വന്നത്. അപ്പോൾ അവന് ചോക്കോസ് മതി എന്ന് പറഞ്ഞപ്പം ചോക്കോസ് ഉണ്ടാക്കി കൊടുത്ത്. ഇപ്പം അങ്ങനെ ഞാൻ അവന് ചോക്കോസ് ഒന്നും വാങ്ങി വെക്കാറില്ല വീട്ടിൽ. അതെന്താണെന്ന് വെച്ചാൽ ചോക്കോസ് വാങ്ങി വെച്ചാൽ പിന്നെ അതേ പറ്റും, വേറെ ഒന്നും കഴിക്കൂല. പിന്നെ മോന് കൊടുക്കുമ്പോൾ ഞാൻ മോൾക്കും കൂടി ഞാനൊരു ബൗളിലോക്കും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പോലെ ചാവടിയൊക്കെ കഴിഞ്ഞാൽ മേത്തുള്ള മക്കൾ കളിക്കാൻ വന്നീനു. അങ്ങനെ അവരെ കൂടെ രണ്ടുപേരും കുറച്ചധികം ടൈം കളിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടിച്ച് ആരെയും തുടക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. അതൊന്നും പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. എനിക്ക് അടിച്ച് വാരിയൊക്കെ ചെയ്യുന്ന ഒരു ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നൽ മക്കൾ ടോയ്സൊക്കെ അവിടെയും ഇവിടെയായിട്ട് ഫുള്ള് വലിച്ചിടും. അപ്പോൾ അതൊക്കെ എല്ലാം കൂടി എടുത്ത് വെക്കുമ്പോഴേക്ക് തന്നെ ഒരു വിധം നടുവൊടിയും. അതാണ് ഒരു ടാസ്ക് ആയിട്ട് തോന്നൽ കേട്ടോ. പിന്നെ എനിക്കത് കഴിഞ്ഞ് ഞാൻ ചെറിയ 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. എനിക്കിന്നൊരു വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ നാട്ടിൽ തന്നെയുള്ളൊരു ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകാനൊക്കെ ഇറങ്ങിയപ്പോഴേക്ക് മക്കൾ വന്ന് ഞാൻ കൊലായിൽ നിൽക്കുന്നുണ്ട്. മുട്ടായി വാങ്ങാനൊക്കെ പറഞ്ഞു. ഞാൻ മോനെന്തോ പറയുന്നത് കേട്ട് മോളും ഇങ്ങനെ പറയുന്നുണ്ട്. ഓള ഭാഷയിൽ ഓളും പറയുന്നുണ്ട് എന്തൊക്കെയൊക്കെ. അങ്ങനെ അതൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പോവുകയാണ്. രണ്ടാളും ഇവിടെ സ്റ്റെപ്പുമ്മൽ വന്ന് നിൽക്കുകയാണ്. മോൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പുറത്തൊക്കെ പോവുകയാണെങ്കിലോ അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ അവളങ്ങനെ വീട്ടിലാക്കി പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല.
പിന്നെ രണ്ടാൾക്കും വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കാണിക്കാനുണ്ടായിരുന്നു. ഈ ഒരു ഡ്രിങ്ക് കഴിഞ്ഞ വർഷമൊക്കെ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. സമ്മർ ടൈമിലൊക്കെ ഉള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി അടിച്ചു നോക്കിയാലൊക്കെ ഈ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കാണാം. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു സ്പെഷ്യൽ ഡ്രിങ്കുമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാട്ടർമെലൻ കട്ട് ചെയ്തതിൻ്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോയി. അപ്പോൾ ഞാൻ ഒരു വാട്ടർമെലൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കസ്കസ് ഒന്ന് സോക്കാവാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റൊക്കെ മതിയാവും, ഇത് പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കസ്കസാണ് എടുത്തത്. പിന്നെ ഈ ഒരു വാട്ടർമെലൻ ചെറുതായിട്ട് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അപ്പം ഞാനൊരു കത്തി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ചെറിയ ക്യൂബ്സാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ മിൽക്ക് മെയ്ഡ് എടുത്തപ്പം മിൽക്ക് മെയ്ഡ് ബോട്ടിൽ കഴിയാനായത് ഞാൻ നോക്കിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുമ്പം കുറച്ച് കൂടുതൽ മിൽക്ക് മെയ്ഡ് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറച്ച് കുറവായതുകൊണ്ട് പഞ്ചസാര ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഈ ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ആവശ്യത്തിനുള്ള മിൽക്കും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയാണ് കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ എക്സ്ട്രാ പഞ്ചസാര ഒന്നും അടിക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇതൊന്നും കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പഞ്ചസാര ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് വരണമല്ലോ, അപ്പോൾ കുറച്ചധികം ടൈം മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നേരത്തെ സോക്കാവാൻ വെച്ച കസ്കസൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കസ്കസ് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തെങ്ങാനും ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു വാട്ടർമെലൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പം ഇതിലേക്ക് നിർബന്ധമായിട്ടും കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് എന്നിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിരുന്നു. അത് വീഡിയോയിൽ മിസ്സായി പോയതാണ് കേട്ടോ. വീഡിയോ എടുത്തപ്പം അത് വീഡിയോ ഓൺ ആക്കിയില്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോ മിസ്സായിപ്പോയി. നേരത്തെ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അരിപ്പ വെച്ചെങ്ങാനൊന്ന് അരിച്ച് കൊടുക്കുന്നുണ്ട്. അരിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലാണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ അരിച്ചെടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഇത് സെർവ് ചെയ്യട്ടോ. നല്ല ടേസ്റ്റാണിത് കുടിക്കാനായിട്ട്. ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് അറിയാവുന്നതായിരിക്കും. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ട്രെൻഡിങ് കയറിക്കൊണ്ടിരുന്നൊരു ഡ്രിങ്കാണല്ലോ. നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അതിന് വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയതാട്ടോ. വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം പുറത്ത് പോയിരുന്നു. അന്നപ്പോൾ ഒരു ബേക്കറി കയറിയപ്പം ഒരുപാട് വെറൈറ്റീസ് അച്ചാറൊക്കെ ഇങ്ങനെ കണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പിന്നെ ഞാൻ കൂടുതൽ നോക്കിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത്. പിന്നെ വൈകുന്നേരം ചായ നിർബന്ധമാണ്. വൈകുന്നേരം ചായ കോഫിയോ എന്തായാലും നിർബന്ധമാണ്. കോഫിയാണ് കേട്ടോ തോനെയും കഴിക്കാറ്. അങ്ങനെ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ബബലു ഓന് ചിപ്സൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ ഓന് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. മോളും ഞങ്ങളെ കൂടെ ഉണ്ട് കഴിക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ആ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. എന്തെങ്കിലുമൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓരോരുത്തരെയും കമൻറ്റ് കാണുമ്പോൾ. കൂടുതൽ കമൻറ്റൊന്നുമില്ല, ഒരു വീഡിയോ ചെയ്ത ഒരു 3-4 കമൻറ്റൊക്കെ വരുന്നുള്ളൂ. കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ വെയിറ്റ് ചെയ്യുക. ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.